ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, സെപ്റ്റംബർ മാസം 2-ാം തീയതി ആണ്ടുവട്ടത്തിലെ 22-ാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. ഒന്നാമത്തേത്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈശോ എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ട് ഈശോ തന്നെ പ്രഖ്യാപിക്കുന്നതാണ് അവിടെ നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ ആത്മാവ് ഈശോയുടെ മേലുണ്ട്. ഈശോ വന്നിരിക്കുന്നത് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാനായിട്ടാണ്. ഇവിടെ നമ്മളും എല്ലാവരും ദൈവാത്മാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ചിലരൊക്കെ കൈവെപ്പ് ശുശ്രൂഷ വഴി പൗരോഹിത്യത്തിലൂടെയും സന്യാസ ജീവിതത്തിലൂടെയും ഒക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവികമായ ദൗത്യങ്ങൾ അവരവരുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കേണ്ടവരുമാണ്. അവിടെ വളരെ സവിശേഷമായിട്ട് ഈശോയ്ക്ക് നൽകിയിരിക്കുന്നത് പോലെ നമുക്കും നൽകിയിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തം എന്നത് ദരിദ്രരെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് പൊതുവെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നത്, മനുഷ്യർ പലരും കൂടുതൽ സാമ്പത്തികമായിട്ട് ഉന്നതിയുള്ളവരോട് കൂട്ടുകൂടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ദരിദ്രരോട് ചേരുന്നവരുണ്ടാകാം, ഇല്ല എന്നല്ല. മറിച്ച് പൊതുവെ മനുഷ്യർക്ക് അവരുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം എന്നത് തങ്ങളെക്കാളും ഉയർന്നവരോട് കൂട്ടുകൂടുവാനായിട്ടാണ്. പക്ഷേ ഇത് വരുത്തുന്ന ഒരു സാമൂഹിക ദ്രോഹം എന്നത് അത് ദരിദ്രരെ അവഗണിക്കുവാനായിട്ട് കാരണമായി തീരുന്നു. ഈശോ സുവിശേഷവുമായിട്ട് കടന്നു വരുന്നത് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാനായിട്ടാണ്. നമ്മളും എല്ലാവരും അനുദിനം വചനം വായിക്കുന്നവരും സുവിശേഷ അധിഷ്ഠിതമായ ജീവിതം ആഗ്രഹിക്കുന്നവരുമാണ്. സുവിശേഷ അധിഷ്ഠിതമായ ഒരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ദരിദ്രരോട് ചേരുവാനായിട്ട് നമുക്ക് സാധിക്കണം. പണക്കാരോട് ചേരണ്ട എന്നല്ല, അവരെ തള്ളിക്കളയണമെന്നല്ല, സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിച്ചവരെ മാറ്റി നിർത്തണമെന്നുമല്ല. മറിച്ച് അവരോട് ചേരുമ്പോൾ തന്നെ അവരോട് ചേരുന്നതിനേക്കാൾ കൂടുതലായിട്ട് ദരിദ്രരോട് ചേരുവാൻ, അവരെ സുവിശേഷം അറിയിക്കുവാൻ, അവരെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇനി ഈ ഒരു ഉത്തരവാദിത്വം ചെയ്യുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രലോഭനം അല്ലെങ്കിൽ പ്രതിസന്ധി എന്നത്, നമ്മൾ പലപ്പോഴും മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടും. അതിന് ഈശോ പറയുന്നത് ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ വിലമതിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത് പലപ്പോഴും ദൈവരാജ്യ ശുശ്രൂഷകൾ ചെയ്യുന്നവർ അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണ്. അവിടെയാണ് ഈശോ പറഞ്ഞു തരുന്നത്, നമ്മൾ സ്വന്തം നാട്ടിൽ വിലമതിക്കപ്പെടുന്നില്ല എങ്കിൽ കൂടിയും നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട്. ദൈവാത്മാവ് നമ്മുടെ മേൽ വന്നുകൊണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം ലഭിച്ചവര് മറ്റുള്ളവർ നമ്മളെ അംഗീകരിച്ചില്ല എങ്കിലും ചിലപ്പോൾ നമ്മളെ അവമതിക്കുകയും ചെയ്താലും നമ്മൾ നമ്മളുടെ ഉത്തരവാദിത്തത്തിൽ മുൻപോട്ട് പോവുക തന്നെ വേണം. അപ്പോൾ ആ ഒരു മുന്നോട്ടുള്ള യാത്രയ്ക്ക് നമുക്ക് വലിയ അർത്ഥം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അത് മറ്റുള്ളവരുടെ അവഗണന ഉള്ളപ്പോൾ പോലും ഈശോയാകട്ടെ തന്നെ പിതാവായ ദൈവം പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നത് ഈ ഒരു ദൗത്യത്തിനാണെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിലാണ് തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചത്. നമുക്കും നമ്മളുടെ ശുശ്രൂഷ മേഖലകളിൽ നേരിടുന്ന പ്രതിസന്ധികളുടെയൊക്കെ സമയത്ത് നമ്മളുടെ ഉള്ളിലേക്ക് ഉറപ്പിച്ചു നിർത്താവുന്ന ഒരു വചനമാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ വിലമതിക്കപ്പെടുന്നില്ല. ആമേൻ.